2018 ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് 7 വർഷത്തിനു ശേഷം മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട 67ഓളം ഹർജികൾ പ്രാഥമിക പരിഗണനയ്ക്കെടുക്കുന്നത്. ഹർജികളിൽ വാദം കേൾക്കേണ്ട 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങളും 3-അംഗ ബെഞ്ച് സ്വീകരിക്കും. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഞാൻ മനസ്സിലാക്കുന്നത് 67ഓളം ഹർജികളാണ് ഇന്ന് പരിഗണിക്കേണ്ടിയിരിക്കുന്നത്. ഒപ്പം ഈ 9-അംഗ ഭരണഘടനാ ബെഞ്ചും രൂപീകരിക്കണം. അപ്പോൾ ഇന്ന് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നത് അത് എത്രത്തോളം പോസിബിളാണ്? അശ്വതി, ഈ കേസ് സാങ്കേതികമായി ഇന്ന് 3 അംഗ ബെഞ്ചിന്റെ അടുത്തേക്കാണ് വരുന്നത്. അതായത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മാല ബാഗ്ജി, വിപുൽ പാഞ്ചോലി എന്നിവരടങ്ങിയ ബെഞ്ചിന് മുൻപാകെയാണ് ഇത് എത്തുന്നത്. 67ലധികം ഹർജികൾ ഉണ്ട്. ഇതിൽ 60ലധികവും ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊന്ന് ദാവൂദി ബോറ വിഭാഗവുമായി ബന്ധപ്പെട്ടും അതിനുശേഷം പാഴ്സി വിഭാഗവുമായി ബന്ധപ്പെട്ടും മുസ്ലിം സ്ത്രീകളുടെ മസ്ജിദിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുമുള്ള ഹർജികളും ഇതോടൊപ്പമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി പോകില്ല എന്നുള്ളത് തന്നെയാണ്. നേരെ മറിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട ഇത് പരിഗണിക്കേണ്ട 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ രൂപീകരണം അത് സംബന്ധിച്ച തീരുമാനം കോടതിയിൽ നിന്നും ഒരുപക്ഷേ ഉണ്ടായേക്കും. രണ്ടാമത്തത്, ഈ ഭരണഘടനാ ബെഞ്ച് എന്നു മുതൽ കേസ് കേൾക്കണം എന്ന കാര്യത്തിലും സ്വാഭാവികമായ ഒരു തീരുമാനം കോടതിയിൽ നിന്നും വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7 വിഷയങ്ങളിലാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കേണ്ടത്. നേരത്തെ 2020 ഈ വാദം കേട്ട് തുടങ്ങിയെങ്കിലും പിന്നീട് കോവിഡ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മൂലം അത് തുടരാൻ സാധിച്ചിരുന്നില്ല. അതിനാലാണ് പുതിയ ബെഞ്ച് രൂപീകരിക്കേണ്ടി വരുന്നത്. ഈ കേസ് ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കാൻ എടുക്കുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട കക്ഷികൾക്ക് അവരുടെ കാര്യങ്ങൾ സത്യവാങ്മൂലമായി നൽകുകയോ അല്ലെങ്കിൽ എഴുതി നൽകുകയോ ചെയ്യാം. അതിനുള്ള അവസരവുമുണ്ട്. നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ശബരിമലയാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നേരത്തെ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് അവിടെ യുവതീ പ്രവേശനം വേണം എന്ന് തന്നെയായിരുന്നു. അക്കാര്യത്തിൽ CPIM-നോ അതോടൊപ്പം തന്നെ പിണറായി വിജയൻ സർക്കാരിനോ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുമോ? സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെടുമ്പോൾ എന്തായിരിക്കും അവർ നൽകാൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തീരുമാനം നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിച്ചേക്കാം. പക്ഷേ അപ്പോഴും അവർക്ക് സ്വാഭാവികമായും ഒരു നിലപാടുണ്ടാകും. ആ നിലപാടെന്ത് എന്നറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. കോടതിയിൽ അത് അവർ ഉടനെയെങ്ങും അറിയിക്കാനുള്ള സാധ്യത കാണുന്നതുമില്ല. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. സുപ്രീം കോടതിയിൽ നിന്ന് ശബരിമല യുവതീ പ്രവേശന കേസ് വീണ്ടും എത്തുകയാണ്. എന്നാലും സംസ്ഥാന സർക്കാരിന് ഒരു ഇടക്കാല ആശ്വാസം കൂടിയാണ്. ഇന്ന് കേസിന്റെ മെറിറ്റ് പരിഗണിക്കാൻ സാധ്യതയില്ലെന്നാണ് നമ്മുടെ പ്രതിനിധി ശ്രീകാന്ത് വ്യക്തമാക്കുന്ന വിവരം.